നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മോളെ അച്ഛൻ വീശുവലെ എറിയുക കണ്ടോണം. എന്തോ നാടാ അമ്മായിയപ്പന് മരുമോളും കൊണ്ട് ഒരു അടക്കം പറിച്ചില്ലേ? അടക്കം പറഞ്ഞ ഉറക്ക പറയാമേ, അപ്പൊ അമ്മയ്ക്ക് കേൾക്കാമല്ലോ. ഓ, ആ കൊച്ചനെ എന്തെങ്കിലും പറഞ്ഞ് മനസ്സ് വിഷമിപ്പിച്ചിട്ട് അത്താഴം മുടക്കി കിടത്താനായിരിക്കും. മനസ്സ് വിഷമിച്ചിരിക്കുമ്പോഴേ കഞ്ഞി കൂടുതൽ കുടിക്കും. കണ്ടില്ലേ ഞാൻ മടമടാന്ന് കുടിച്ചത്. അച്ഛൻ വിളിച്ചു എന്ന് പറഞ്ഞു. എന്താ അച്ഛാ? നിത്യമോടെയും ശരത്ത് മോനെയും കല്യാണം. അതല്ലാതെ അച്ഛന് വേറെ എന്താ ഇപ്പൊ ചിന്ത? കല്യാണക്കാര്യം നമ്മുടെ സമുദായക്കാരുമായിട്ട് ഞാൻ സംസാരിച്ചായിരുന്നു കേട്ടോ. താലികെട്ട് നമ്മുടെ അമ്പലത്തിൽ വെച്ച് ഒരു ചെറിയ ചടങ്ങായിട്ട് നടത്താം. പിന്നെ റിസപ്ഷൻ നിങ്ങളുടെ പുതിയ വില്ലേ വെച്ച് ഇലുമിനേഷൻ ബൾബൊക്കെ ഇട്ട് നമുക്ക് നടത്താം. പിന്നെ ചെറിയൊരു കരോക്കെ ഗാനമേള. കരോക്കെ ഗാനമേള. അങ്ങനെ ചെറിയ രീതിയിൽ കല്യാണം നടത്താനൊന്നും പറ്റത്തില്ല. എനിക്ക് ആവശ്യത്തിന് പൊന്നു വേണം. എന്റെ ഫ്രണ്ട്സിനെയും നാട്ടുകാരെയും ഒക്കെ ക്ഷണിക്കണം. സേവ് ദ ഡേറ്റും ഹൽദിയും ഒക്കെ വേണം. അച്ഛന്റെ കയ്യിൽ കാശില്ലെങ്കിലേ അതൊക്കെ ശരത്തേട്ടൻ ചെയ്തോളൂ. അതെ, അത് കുഴപ്പമില്ല. ശരത്തിനും എന്റെ ബന്ധുക്കളെയൊക്കെ കൊണ്ടുവരാൻ വണ്ടിയൊന്നും വിളിക്കണ്ടല്ലോ. അല്ലച്ചാ, ഇപ്പൊ സീസൺ അല്ലേ, നാടക വണ്ടികൾ കംപ്ലീറ്റ് ഓട്ടത്തിലായിരിക്കും. അയ്യോ, നിങ്ങൾ ഒരുപാട് അങ്ങോട്ട് ഷൈൻ ചെയ്യല്ലേ. ഇവരെ കൊണ്ട് അപമാനിപ്പിക്കാനാണോ അച്ഛൻ ശരത്തേട്ടൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? പിന്നല്ലാതെ രക്ഷിപ്പകർച്ച പോലെ പറന്ന് നടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ. അമ്മേ, ദേവിക ഒരു തമാശ പറഞ്ഞതല്ലേ? പിന്നെ മറ്റുള്ളവരുടെ നെഞ്ചത്ത് മുളകരിക്കുന്നതല്ലേ അവളുടെ തമാശ. ശരത്ത് മോൻ എന്തെല്ലാം തമാശ കാണിച്ചിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അത് വെച്ച് നോക്കുമ്പോ ഇത് വല്ല ഒരു തമാശയാണോ? അങ്ങനെ ശരത്തേട്ടനെ കൊള്ളിച്ചു പറഞ്ഞുള്ള തമാശയൊന്നും ഇവിടെ വേണ്ട. അത് വേണ്ടെന്ന് കഴിഞ്ഞ ദിവസം ഈ സ്ത്രീക്ക് ഞാൻ വാണിംഗ് കൊടുത്തതാ. സ്ത്രീയോ? ഇവരെ എനിക്ക് ഏട്ടത്തിന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കല്യാണത്തിന്റെ കാര്യങ്ങൾ വല്ലതും പറയാനുണ്ടെങ്കിൽ അച്ഛൻ പറയും. പറയുന്നൊരു പറയട്ടെ നിത്യേ, ഞാനൊരു അനാഥനായി പോയത് എന്റെ തെറ്റല്ലല്ലോ. ശരത്ത് ഈ പറഞ്ഞ കറക്റ്റാ. ഒന്നും നമ്മുടെ തെറ്റല്ല. എനിക്കിങ്ങനെ ഒരു മോളുണ്ടായത് എന്റെ തെറ്റാണ്. നീ പിള്ളേരുടെ തോളി കയറാതെ കല്യാണത്തെ കുറിച്ച് പറയടാ. അതിനല്ലേ നീ ശരത്തുമോനെ വിളിപ്പിച്ചത്? അതിലേക്കാ ഞാൻ വരുന്നത്. ഹൽദിയും ജുഗൽബന്ദിയും ഒക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം നിന്റെ ശരത്തേട്ടനോട് ഒരു താലിമാല മേടിക്കാൻ പറ. അയ്യോ, താലിമാലയൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാ. ഒന്നും രണ്ടും അല്ല, 10 പവനാ. 10 പവൻ. അയ്യോ, 10 പവനോ? അതോ ഇന്നത്തെ സ്വർണ്ണവിലക്ക്? എന്തിനാ മോനെ അത്രയും തൂക്കം? അത് വേണം മുത്തശ്ശി. അത് കണ്ട് താലി മുറിഞ്ഞു പോയവരുടെ കണ്ണുകളൊന്ന് മഞ്ഞണം. ശരത്ത് എന്നെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെങ്കിൽ എന്റെ താലി ഇപ്പോഴും മുറിഞ്ഞിട്ടില്ല. അതെന്റെ കഴുത്തിൽ തന്നെ കിടന്ന് മിന്നുന്നുണ്ട്. അത് കണ്ട് ചിലരുടെ കണ്ണ് മഞ്ഞുന്നുണ്ട്. അയ്യോ, ഞാൻ ദേവിയെടുത്തി ഉദ്ദേശമല്ല പറഞ്ഞത്. അല്ലെങ്കിൽ പിന്നെ മുത്തശ്ശി ആയിരിക്കും അല്ലേ? നീ എന്നെ വെറുതെ മാന്താന്നിക്കല്ലേ. എടി, കഴുത്ത് വെട്ട നെക്ലസ് ഇട്ട വിലാസിനെ ഇപ്പോഴും ചെറുപ്പം തന്നെ. എന്നാ പിന്നെ മുത്തശ്ശിയുടെയും കൊച്ചുമോടെയും കല്യാണം ഒരു പന്തലി വെച്ച് എങ്ങ് നടത്താം. എന്താ ശരത്തെ? ശരത്തെ, ഈ സമുദായത്തിൽ നിന്ന് ചാർത്ത് എഴുതി തരണമെങ്കിലേ അവർക്ക് ശരത്തിന്റെ അഡ്രസ് വേണം, തിരിച്ചറിയൽ കാർഡ് വേണം. അതിപ്പോ രജിസ്റ്റർ ഓഫീസിലും വേണ്ടേ അച്ഛാ? വേണം മോളെ. പിന്നെ ശരത്തിന് അച്ഛനില്ലെന്ന് എനിക്കറിയാം, അമ്മയില്ല. പക്ഷേ ശരത്ത് ജനിച്ച ഒരു സ്ഥലം കാണും. ഭൂപടത്തിൽ എവിടെയെങ്കിലും ഒരിടം. അംശം, കര,
താലൂക്ക്, വില്ലേജ്, വാർഡ്. ജനിച്ചു പോയതുകൊണ്ട് ഒരു ജനന സർട്ടിഫിക്കറ്റ് കാണത്തില്ലേ? അതൊന്നും എനിക്കില്ല. എന്ന് പറഞ്ഞ എങ്ങനെയാ ശരത്തെ? ശരത്ത് ഇങ്ങനെ സ്വയംഭൂവായ നടരാജ വിഗ്രഹം പോലെ നിന്നാ ശരിയാവത്തില്ലല്ലോ. നാട്ടുകാരെ നെഞ്ചത്ത് കയറിയേ നടരാജ നൃത്തം കളിക്കും. ആ ശരി, ശരത്തിന് ആധാർ കാർഡ് കാണുമല്ലോ, അത് തന്നാ മതി. ഇലക്ഷനൊക്കെ വോട്ട് ചെയ്യാനുള്ളതല്ലേ? ഞാൻ വോട്ട് ചെയ്യാറില്ല. എനിക്ക് ജനാധിപത്യത്തില് വിശ്വാസമില്ല. ശരത്തിനെ സായുധ വിപ്ലവത്തിലെ താല്പര്യം അച്ഛാ. എനിക്കിപ്പോ അതാ മോളെ താല്പര്യം. എന്തായാലും ശരത്തിന്റെ തിരിച്ചറിയൽ രേഖ എനിക്ക് വേണം. ആധാർ കാർഡ് കളഞ്ഞുപോയി. പുതിയതിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. പാസ്പോർട്ടോ? ഓ, അതും കളഞ്ഞുപോയി കാണുമല്ലേ. അച്ഛൻ എന്താ ആളെ കളിയാക്കുന്ന പോലെ സംസാരിക്കുന്നത്? ഒരുമാതിരി സിഐഡികളെ പോലെ ശരത്തേടിനെ ചോദ്യം ചെയ്യേണ്ട കാര്യം എന്താ? എന്നാ പിന്നെ ശരത്തേടിന്റെ വിരലടയാളം കൂടി എടുക്ക്. അതെടുക്കേണ്ടവരെടുത്തോളൂ. അല്ല, തിരിച്ചറിയൽ രേഖ തരുന്നതിന് ശരത്തിനെന്താ ഇത്ര ബുദ്ധിമുട്ട്? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ലമ്മേ. അടുത്ത ദിവസം തന്നെ തരാം. ആധാർ കാർഡ് വന്നാലൂടെ തരാം. പാസ്പോർട്ടും തരാം. ഇനി നിത്യ പറഞ്ഞ പോലെ വിരലടയാളമോ മറ്റോ വേണമെങ്കിൽ അതും തരാം. അതോടെ ചിലരുടെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാവുമല്ലോ. പിന്നെ സേവ് ദ ഡേറ്റും ഹൽദിയും ഒക്കെ ഉണ്ടാവും. പൊന്നിൽ പൊതിഞ്ഞ് നിത്യ മണ്ഡപത്തിൽ എത്തും. പോരെ? എന്നാ പിന്നെ ഞാൻ പോയി കിടന്നോട്ടെ അച്ഛാ. സമുദായക്കാരോട് എന്റെ അന്വേഷണം പറഞ്ഞേക്കണം. അവർക്കും ഉറക്കം കിട്ടട്ടെ. എന്നാ പിന്നെ എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. അയ്യോ പാവം, അത് പട്ടിണി കിടക്കാൻ പോവാ. എന്റെ മോളെ, നീ പോയി അവന് 4 ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കും മോളെ.